ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ചെമ്മീൻ ബിരിയാണി ആകാമെന്ന് വിചാരിച്ചു. ആദ്യമേ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ അരിഞ്ഞു ആവശ്യത്തിനുള്ള എണ്ണ ചട്ടിയിലൊഴിച്ച് നല്ലപോലെ വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വാടി കിട്ടും. എല്ലാം നല്ലതുപോലെ വാട്ടിയെടുത്തതിന് ശേഷം നമുക്കിനി മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. അത് അവരവരെ പാകത്തിനനുസരിച്ച്. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഈ കറിയിലെ വെള്ളമൊക്കെ വറ്റാനായിട്ട് നമുക്ക് നല്ലതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള റൈസ് വേവിച്ചെടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം. ഏത് പാത്രത്തിലാണോ നമ്മൾ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം. അതിനുശേഷം അതിനകത്തോട്ട് നമുക്ക് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, തക്കോലം, കുരുമുളക്, പെരുംജീരകം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിള വന്നതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, ഈ ഒരു പാത്രത്തിൽ ഈ ഒരു അരി ഫുള്ള് കൊള്ളില്ലായിരുന്നു. പിന്നെ ഞാനത് കുക്കറിലോട്ട് മാറ്റി. കുക്കറിൽ വെച്ച് ഒരു 3 വിസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഓരോ അരിയുടെ പാകം അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞൊരു ചട്ടിയിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, സവാള എല്ലാം പൊരിച്ച് കോരാം. ഇനി നമുക്ക് ദമ്മിലോട്ട് കിടക്കാം. ചോറ് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഗ്രേവിയും നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ദം ചെയ്യാനായിട്ടൊരു പാത്രം എടുത്തതിന് ശേഷം ആദ്യം കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. എല്ലാ വശത്തും എത്തക്കത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ചോറിട്ട് കൊടുക്കാം. പിന്നെ പൊരിച്ച് കോരി എടുത്തേക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ വെജീസ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു ബിരിയാണിയില്ലേ, അതുകൊണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഈ ഫ്രൈഡ് ഐറ്റംസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഇത് കണക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യാം. പിന്നെ ലാസ്റ്റും കുറച്ച് നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പൈനാപ്പിൾ എസൻസ് കൂടെ ഒഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.